ഏത് രൂപത്തിലാക്കണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോ. വണ്ടി ഇറക്കണം, ഒരു ഇടിവെട്ട് കളറൊക്കെ ആക്കിയിട്ട് മൊഞ്ചാക്കിയിട്ട് ഇറക്കണം. കാർ ക്ലീനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായല്ലോ കണ്ടിട്ട്. അന്നേരം നമ്മുടെ ഇപ്പം വർക്കിനെ പറ്റി പറയാം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് SS800 എടുപ്പ്, SS800 എടുപ്പ്. നമ്മുടെ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി SS800 പണിയൊക്കെ പറഞ്ഞിട്ട് നിർത്തിവെച്ച്. അന്നേരം ഇപ്പം ഏകദേശം ഈ അവസ്ഥയിലാണുള്ളത്. പെയിന്റ് അടിക്കാൻ വേണ്ടി എല്ലാം ചിരണ്ടി, അതായത് പല വട്ടം ഇത്ര വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ കുറേ പെയിന്റിങ് ചെയ്തുകൊണ്ട് തന്നെ ഫുൾ ചിരണ്ടി വൃത്തിയാക്കിയിട്ടാണുള്ളത്. അന്നേരം ഇത് ഉടനെ തന്നെ പെയിന്റ് അടിച്ചിട്ട് എഞ്ചിൻ്റെ വർക്കിന് കൊടുക്കണം, എഞ്ചിൻ്റെ മൊത്തം വർക്കായിട്ട് ചെയ്യണം. അന്നേരം ലൈറ്റിലും കുറച്ച് വർക്കുണ്ട്, അന്നേരം അതിന് വേണ്ടി കൊടുക്കണം. ഒരു ദിവസം നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ ഇറക്കുന്നതായിരിക്കും. അന്നേരം ഇപ്പം കണ്ട പോലെ ഇപ്പം നല്ല പെയിന്റ് റിമൂവറൊക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസത്തെ ഏകദേശം ഒരു 6-7 ദിവസം കൊണ്ടാണ് ഇപ്പം ഈ രീതിയിലാക്കി വെച്ചേക്കുന്ന കാര്യം. ഇനി ഇതിൻ്റെ ബോഡി ലൈനുകളൊക്കെ കുറേ കുഴികളൊക്കെ കണ്ടില്ല. അന്നേരം ആ ബോഡി ലൈനെല്ലാം കറക്റ്റ് എടുത്തിട്ട് ഫൈനൽ പെയിൻറ്റിങ്ങിന് പേസ്റ്റ് ഇട്ടിട്ട് ഫൈനൽ പരിപാടി ചെയ്യുന്നതായിരിക്കും. പ്രൈമറൊക്കെ അടിച്ചിട്ട് ഉഷാറായിട്ട് നമുക്കൊരു അന്നേരം കമൻറ്റ് രൂപത്തിൽ ഒരു ഇടിവെട്ടൊരു കളർ പറയണം. അന്നേരം ഇതൊരു വെറൈറ്റി കളർ തന്നെ ആയിട്ട് അടിക്കണം, ആരും ഒന്ന് നോക്കുന്ന കളറായിട്ട് തന്നെ അടിക്കണമെന്നാണ് ആഗ്രഹം. അന്നേരം ഒരു വെറൈറ്റി കളർ പറയണം. അതുപോലെ തന്നെ നമ്മൾ ഒരാഴ്ച വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഓരോരോ കാരണങ്ങളാൽ അത്യാവശ്യം നല്ല തിരക്കുമാണ്. അന്നേരം ഓരോരോ കാരണം കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അന്നേരം നമ്മളിപ്പം അടുത്ത പ്രൊജക്റ്റ് പോലെ അടുത്ത വർക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ SS800 വണ്ടി ഇറക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മളിപ്പം ഒരുപാട് സബ്സ്ക്രൈബർ നമ്മളിപ്പം കൂടുകയൊക്കെ ഉണ്ടായ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രാവലറിൻ്റെ വീഡിയോ ആണ്. ട്രാവലറിൻ്റെ വീഡിയോ ഒരുപാട് നല്ല ഹിറ്റാക്കിയായിരുന്നു. അന്നേരം നമ്മൾ ആ ട്രാവലർ ഒരിക്കലും അത് പണിയാതിരിക്കുന്നില്ല, അത് പണി ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതായത് അത് നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് അതിൻ്റെ വർക്ക് സ്റ്റാർട്ടാക്കുന്നതായിരിക്കും. അതിനെപ്പറ്റി വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പം നല്ല തിരക്കായതുകൊണ്ടാണ് നമ്മൾ പെൻഡിങ് വെച്ചത്. എന്തായാലും ഇപ്പം പഴയതിനേക്കാളും കഷ്ടത്തിലാണ് നമ്മുടെ പറമ്പിൽ കൊണ്ട് ഇട്ടേക്കുന്നതാണ് വണ്ടി. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പം നമുക്കൊന്ന് പോയി നോക്കാം വണ്ടിയുടെ അവസ്ഥ. എന്നാലും നമ്മളത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഏതായാലും റോഡിൽ ഇറക്കണമെങ്കിൽ ഏകദേശം ഇതും കമൻറ്റ് രൂപത്തിൽ കണ്ടപ്പോഴാണ് ഏകദേശം വലിയൊരു പൈസ ഉണ്ട്. അന്നേരം നമ്മളതൊരു എന്താ പറയുക ഒരു വേറൊരു രീതിയിലോട്ട് ഇപ്പോൾ കോളേജ് ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലോട്ട് വേറൊരു സെറ്റപ്പിലോട്ട് വണ്ടി മാറ്റാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം അത് റോഡിൽ കൂടി ഓടിച്ചു കൊണ്ട് നടക്കാൻ എന്നുള്ള രീതിയിലല്ല, അല്ലാതെ നമ്മളിപ്പം വേറൊരു ലെവലിലോട്ട് നിങ്ങൾക്ക് ഏകദേശം ഉദ്ദേശിച്ച് കാണും. അന്നേരം നമുക്ക് ഒരുപാട് ഷോ ഒക്കെ കാണിക്കാൻ പറ്റിയ രീതിയിലുള്ള വണ്ടികളുണ്ട് താനും. അന്നേരം മൊത്തത്തിൽ വേറൊരു സെറ്റപ്പിലോട്ട് നമ്മൾ ആ വണ്ടി പണിയാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റോഡിൽ കൂടി ഓടിക്കാനല്ലെന്ന് പ്രത്യേകിച്ച് പറയുന്നു. അന്നേരം ആ വണ്ടിയുടെ വർക്കും അതിൻ്റെ രൂപത്തിനെ പറ്റി എല്ലാം ഐഡിയ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി ഈ SS800 പോലെയൊക്കെ ഒരുപാട് ട്രാവലർ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അന്നേരം ആ വണ്ടി നമ്മൾ പണിയിച്ചിറക്കാൻ വേണ്ടി പോകുന്ന ആ വണ്ടി അന്നേരം എല്ലാവരും മറക്കാതെ കാണണം. അന്നേരം നമ്മുടെ പിന്നെ അതുപോലെ ഫോർച്യൂണറിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അതിൻ്റെ പണി ഫുള്ളായിട്ട് തീർന്നിട്ടില്ല. അതായത് കുറച്ചുകൂടി ആഗ്രഹത്തിനൊത്ത് മാറ്റാനുണ്ട്. അന്നേരം അതും കൂടിയൊക്കെ ചെയ്തിട്ട്
ഉടനെ വീഡിയോ വരുന്നതായിരിക്കും. അതിൽ പിടിപ്പിച്ചേക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഇൻറ്റീരിയലും എല്ലാം അടിമുടി മാറ്റുവാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അന്നേരം ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്. മഴയായതുകൊണ്ട് ആകെ താറുമാറായിപ്പോയി. SS800 വണ്ടി എല്ലാവരും ചോദിക്കുന്ന ഇഷ്ടപ്പെട്ട വണ്ടി, അതുപോലെ ട്രാവലർ പണിയുന്ന വീഡിയോസുമാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി ഒരു വീഡിയോ, അത് അടിപൊളി ഒരു വണ്ടിയായിട്ട് ഇറക്കാൻ, രണ്ടും ഒരേപോലെ ഇറക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നേരം നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുള്ള രൂപങ്ങളൊക്കെ ഒന്ന് ട്രാവലറിലും പറഞ്ഞു തരണം. അതായത് നമ്മളിപ്പം റോഡിൽ കൂടി ഓടിക്കാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത് ഷോ പരിപാടിക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ പ്രത്യേക രൂപകൽപ്പന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഡിസൈനൊക്കെ കുറച്ച് നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. എന്നാലും നമ്മൾ ഈ രണ്ട് വണ്ടിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ ട്രാവലർ കാണാൻ വേണ്ടി പോകും. അന്നേരം നമ്മൾ അന്ന് കൊണ്ടിട്ട ട്രാവലറിന്റെ മുമ്പിലാണ്. അന്ന് നമ്മൾ നേരെ കൊണ്ടുവന്ന് ഈ നമ്മുടെ പറമ്പിൽ കൊണ്ട് ഇട്ടതേ ഉള്ളൂ, പിന്നെ തൊട്ടിട്ടില്ല. അന്നേരം നമ്മൾ ഏത് രൂപത്തിലാക്കണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോ. നമുക്കിത് എന്തായാലും ഒരു അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ലുക്കിൽ വണ്ടി ഇറക്കണം. ഒരു ഇടിവെട്ട് കളറൊക്കെ ആക്കിയിട്ട് മൊഞ്ചാക്കിയിട്ട് ഇറക്കണം. ഈ മോഡലിൽ തന്നെയാണോ ചെറിയ മാറ്റങ്ങൾ, അതായത് മൊത്തത്തിലൊരു മാറ്റം വരുത്തി, ഒരു എന്താ പറയുക, ഒരു മൊത്തത്തിൽ ഒരു രൂപത്തിൽ തന്നെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കണം. അതും ഇത്രയും എന്താ പറഞ്ഞാൽ പോയൊരു വണ്ടി പണിയാനാണ് നമുക്ക് താല്പര്യം. അതുപോലെ നല്ല വണ്ടി എടുത്ത് പണിയുന്നേക്കാളും പൈസ ആവും തോന്നുന്നു ഇത് പണിത് വരുമ്പോഴത്തേന്. ഏകദേശം പ്ലാറ്റ്ഫോമും കാര്യങ്ങളെല്ലാം പോയതാണ്. അന്നേരം നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതിനെല്ലാം പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അന്നേരം എല്ലാവരും അടുത്ത ആഴ്ച നോക്കിയിരിക്കണം. ഇപ്പോൾ ഒരുപാട് നാളെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ആരും ഇപ്പം എന്താ പറയുക, ഇപ്പം വരുമോ നോക്കുമെന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ ഇത്രയും ആഴ്ച ഏകദേശം ഒരു മാസത്തോളമായി തോന്നുന്നു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അന്നേരം അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഓക്കെ.